ഹലോ എവ്രി വൺ. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നത് അത്ര സിമ്പിളുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നമുക്കും ചെയ്യാൻ പറ്റുമെന്നേ എന്ന്. പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് തുണിത്തരങ്ങളുടെ ക്വാളിറ്റിയും വിലയും വിപണിയും കൃത്യമായി പഠിക്കാതെ എന്ത് ബിസിനസ് അല്ലേ. ഒറിജിനൽ ഹോൾസെയിൽ ഡീലേഴ്സിനെ കണ്ടെത്തുക, കോമ്പറ്റേറ്റർ പ്രൈസിങ് പഠിക്കുക, ഫാബ്രിക് ക്വാളിറ്റി, കറക്റ്റ് തിക്നെസ്, നെയിംസ് ഓഫ് ദ പ്രിൻറ്റ്, നെയിംസ് ഓഫ് ദ ക്ലോത്ത്, ഇതൊക്കെ നന്നായി പഠിക്കുക എന്നത് ഒരു നല്ല ഹോംവർക്ക് തന്നെയാണ് കേട്ടോ. ബിഗ് തിങ് ടേക്ക് ടൈം എന്നാണല്ലോ. യെസ്, ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നല്ല കട്ടയ്ക്ക് നടക്കുന്നുണ്ട്. അതെന്തിനാണെന്നല്ലേ നിങ്ങളുടെ സംശയം. പറഞ്ഞു തരാം. പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ ശരിയായ വിലയിൽ നിങ്ങളുടെ മുമ്പിലെത്താൻ ഞാനൊരു ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുവേണ്ടിയാണ് ഈ ഓട്ടപ്പാച്ചിലൊക്കെയും. എ പെർഫെക്റ്റ് ക്ലോത്തിങ് സ്റ്റോറീസ് ഓൺ ദ വേ. പ്ലീസ് സ്റ്റേ ട്യൂൺ. മെലോഡസ്, ഇതാണ് എൻ്റെ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ നെയിം. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ടുള്ള യാത്രയൊക്കെ നടക്കും. ദയവായി എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. ഓരോ ക്ലോത്തുകളും എടുത്തു വെച്ച് നോക്കി അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ഇഴയെടുപ്പം, ഇതൊക്കെ നോക്കി കണ്ടപ്പോഴാണ് എല്ലാ ക്ലോത്തുകളിലും പ്രിൻ്റൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഒരേ പ്രിൻ്റുള്ള പല മെറ്റീരിയലുകൾ ഞാൻ എടുത്തു വെച്ച് നോക്കി. എല്ലാം കോട്ടൺ എന്നാണ് അവർ പറയുന്നത്. കയ്യിൽ പിടിച്ച് നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ശരിയായ വിലയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. അതിനുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. പെതുകയാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടെ കൂടണേ, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കട്ടയ്ക്ക് കൂടെ കൂടണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ? ഞാൻ പലയിടങ്ങളിൽ പോയി. ചെറുതും വലുതുമായിട്ടുള്ള ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി. അതുപോലെ സാധാരണ ഹോൾസെയിലില്ലാതെ റീറ്റെയിൽ കച്ചവടം ചെയ്യുന്നവരുടെ അടുത്ത് പോയി വിലകളൊക്കെ ഒന്ന് പഠിക്കാൻ. ഹോൾസെയിൽ ഡീലേഴ്സ് വലിയ വലിയ ആളുകളുടെ അടുത്ത് നമ്മൾ തുടക്കക്കാർ പോയിട്ട് കാര്യമില്ല കേട്ടോ. നമുക്കത് പറ്റില്ല. നമ്മൾ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ ഒരുപാട് പൈസ എടുത്തിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് എന്തോ എനിക്ക് യോജിപ്പില്ല കേട്ടോ. എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. നഷ്ടം വരാതെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ അഭിപ്രായമായ ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കും ശരിയെന്ന്. എനിവേ, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ ആഗ്രഹിക്കുന്നു. കൂടെ കൂടണേ. പിന്നെ ക്ലോത്ത് മാത്രമല്ല കേട്ടോ, റെഡിമെയ്ഡ്സും എൻ്റെ കയ്യിലുണ്ട്. റെഡി ടു വെയർ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയും ചില കടകളിലൊക്കെ ഞാൻ കയറി ഇറങ്ങി കുറേയൊക്കെ പർച്ചേസ് ചെയ്തു. ഈ കാണുന്ന ക്ലോത്തുകളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ബണ്ടിലായിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. മീറ്റർ കണക്കിന് എടുക്കുമ്പോൾ നമുക്ക് വലിയ ലാഭമില്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊരു ബണ്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 40 മീറ്റേഴ്സ് 50 മീറ്റേഴ്സ്, ചില സമയങ്ങളിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 30 മീറ്റേഴ്സിനൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ബണ്ടിലായിട്ട് കംപ്ലീറ്റ് എടുക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് ലാഭമെന്ന് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ അനുഭവം ഞാൻ പറയുകയാണേ. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കാം. ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന്. തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഹോൾസെയിൽ ഡീലേഴ്സാണ് കേട്ടോ. റെഡിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. എനിക്കിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നും വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നമ്മുടെ ജയനഗർ 4th ബ്ലോക്കിൻ്റെ ലുക്കൊക്കെ തോന്നി ചില വസ്ത്രങ്ങളൊക്കെ കണ്ടപ്പോൾ. എന്നാൽ ചിലതൊക്കെ മൽച്ചന്തേരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവർ കാണിച്ചു കേട്ടോ. ഈ മൽച്ചന്തേരി കോട്ടൺ ഒന്നും അത് മൽച്ചന്തേരി ആണോ, അതുപോലെ മൽക്കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അതൊക്കെ മൽക്കോട്ടൺ തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്ക് തോന്നി. കാരണം അത് കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു വാല്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല. എനിവേ, ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കട്ടയ്ക്ക് കൂടെ കൂടണേ.
ചാനലൊന്ന് ഫോളോ ചെയ്യണേ. എന്നാൽ നിങ്ങൾക്കും എൻ്റെ കൂടെ എൻ്റെ യാത്രയിൽ പങ്കുചേരാൻ കഴിയും കേട്ടോ. എന്നാൽ ശരി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ വീണ്ടും കാണാം.